റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായതിനെ തുടർന്ന് പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. കിഴുവിലം ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡ് പഴവിളാകം അംഗൻവാടി റോഡാണ് കുഴികളും വെള്ളക്കെട്ടും രൂപപ്പെട്ട് കാൽനട യാത്ര പോലും സാധ്യമാകാതെ ദുഷ്കരമായത്. കുറേ കൊല്ലമായി റോഡ് ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ആളുകൾക്ക് നടക്കാൻ വയ്യാതെ കിടക്കുകയാണ്. അംഗൻവാടിയിലൊക്കെ കൊച്ചുങ്ങളെ കൊണ്ടുപോകാനും എല്ലാത്തിനും മറിഞ്ഞും വീണും വെള്ളത്തിൽ നീന്തി കയറിയാണ് പോണത്. ഇതിനെ തുടർന്നാണ് കിഴുവിലം 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാർഡ് പ്രസിഡന്റ് രാജീവ് ആർ നായർ, സെക്രട്ടറി നസീം, ഖജാൻജി കബീർ, ആർച്ച, രവീന്ദ്രൻ നായർ, സുകുമാരപിള്ള തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പ് എത്രയും വേഗം മാറ്റി സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. സഞ്ചാരയോഗ്യമല്ലാതിരുന്ന ഈ റോഡിനെ റീടാറിങ്ങിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പൊളിച്ചിട്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയിൽ നിന്നൊരു മോചനം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. കാരണം ഏറെക്കാലമായിട്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധത്തിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ വാർഡ് മെമ്പർ ഞങ്ങളോട് പറഞ്ഞത് MLA ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കപ്പെടുകയുണ്ടായി എന്നാണ്. അത് സന്തോഷമുള്ള കാര്യമാണ്. ആ അനുവദിക്കപ്പെട്ട ഫണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥാപിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് 1 മാസങ്ങൾക്കോ 1.5 മാസങ്ങൾക്കോ മുന്നെയാണെന്ന് തോന്നുന്നു ഈ റോഡ് പണി തുടങ്ങുകയും ആ പണി തുടങ്ങി പൂർത്തീകരിക്കാത്ത അവസ്ഥയിൽ ഇതുപോലെ രീതിയിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം പൊട്ടിപ്പൊളിച്ച് ഇട്ട് കൊടുക്കുന്നൊരവസ്ഥയും ഉണ്ടായി. എന്നിട്ട് പണി എങ്ങോട്ടോ എത്തിയിട്ടുമില്ല. അവർ പറയുന്നത് വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പർ വാട്ടർ അതോറിറ്റിയുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് കൊടുക്കണം. ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ അവർ ഞങ്ങളോട് രേഖപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് കമ്മിറ്റി ഈ ഒരു പ്രതിഷേധവുമായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ രാവിലെ സ്കൂളുകളിലേക്കും ഇവിടെ തൊട്ട് ഈ റോഡിൽ തന്നെ ഒരു അംഗൻവാടി ഉൾപ്പെടെ ഉണ്ട്. അവർക്കൊക്കെ പോകാനുള്ള സാഹചര്യമില്ലാത്തൊരവസ്ഥയുണ്ട്. അവർ ഒരുപാട് പേര് ഇവിടെ നിന്ന് മാറി മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് മറ്റുള്ള അംഗൻവാടികളിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകും. കാരണം അവർക്ക് ഈ വെള്ളക്കെട്ടിലൂടെ നടന്നു പോകാൻ കുട്ടികളെയും കൊണ്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ വഴിവിളക്കുകൾ പോലും സന്ധ്യ കഴിഞ്ഞാൽ ഇരുട്ട് പ്രദേശമായി ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വാർഡ് മെമ്പർ എത്രയും പെട്ടെന്ന് ഇതിനൊരു സംവിധാനം ഉണ്ടാക്കി കൊടുത്ത് ഇവിടുത്തെ നാട്ടുകാരെ സഹായിക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ ഈ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡ് ഉടൻ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ തുടർ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി. തലസ്ഥാന വാർത്തകൾ, ചിറയിൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ISO അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു. സദാ CCTV ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ്ഡ് ഹൈടെക് ക്ലാസ് മുറികൾ, വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ, പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും, കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ്. UK developed curriculum based on London standards. Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.